ഗുഡ് ഡേ എവ്രി വൺ. സോ ഇന്ന് നമ്മൾ ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഡീൽ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ദ ഫസ്റ്റ് ചാപ്റ്റർ ഇസ് ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇലക്ട്രിക് കറണ്ടിൻ്റെ പല എഫക്റ്റുകളെ കുറിച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്റർ ഡീൽ ചെയ്യുന്നത്. നമ്മൾ വീട്ടിൽ പലതരം ഇലക്ട്രിക് ഡിവൈസസ് യൂസ് ചെയ്യും അല്ലേ? ഇലക്ട്രിക് ഫാന്, ബൾബ്, അതുപോലെ ഇൻഡക്ഷൻ കുക്കർ, അങ്ങനെ കുറേ ഡിവൈസസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ഓരോ ഡിവൈസസിലും ഇലക്ട്രിക്കൽ എനർജി മറ്റു പല എനർജീസ് ആയിട്ടാണ് ചേഞ്ച് ചെയ്യുന്നത്. സോ നമുക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ ഇലക്ട്രിക് ബൾബ് എടുക്കുമ്പോൾ ഇലക്ട്രിക് ബൾബിൽ ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് ആൻഡ് ലൈറ്റ് എനർജി ആയിട്ട് മാറുന്നുണ്ട്. നമുക്ക് ബൾബ് ഓഫ് ചെയ്ത് കഴിഞ്ഞ് തൊട്ട് നോക്കുമ്പോൾ അറിയാം അല്ലേ, ഒരു ഹീറ്റ്, ബൾബിൽ ഹീറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ബൾബിൽ നിന്ന് ഏത് എനർജി ആയിട്ടാണ് നമ്മുടെ ഇലക്ട്രിക് എനർജി പ്രൊവൈഡ് ചെയ്യുന്നത്? ലൈറ്റ് എനർജിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നും അറിയാം. നെക്സ്റ്റ്, ഇൻഡക്ഷൻ കുക്കർ. ഇൻഡക്ഷൻ കുക്കറിൽ ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ടാണ് മാറുക. നമ്മൾ ഹീറ്റ് എനർജി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്യുക അല്ലേ? സോ നമ്മുടെ ഇൻഡക്ഷൻ കുക്കറിൽ ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ടാണ് മാറുക. അതേപോലെ തന്നെ സ്റ്റോറേജ് ബാറ്ററി, നമ്മുടെ ഫോണിൻ്റെയൊക്കെ ബാറ്ററീസ് ചാർജ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രിക്കൽ എനർജി ഏത് എനർജി ആയിട്ടാണ് ചേഞ്ച് ആവുന്നത്? ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആയിട്ടാണ് ചേഞ്ച് ആവുന്നത്. സോ the useful form of energy into which a device converts electrical energy is considered as effect of electric current. അതായത് യൂസ്ഫുള്ളായ എനർജിയിലേക്ക് ആ ഒരു ഡിവൈസ് നമ്മുടെ ഇലക്ട്രിക്കൽ എനർജീനെ കൺവേർട്ട് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. സോ നമ്മൾ ഇൻഡക്ഷൻ കുക്കറിൽ നമുക്കറിയാം ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ആ ഹീറ്റ് എനർജിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഇലക്ട്രിക്കൽ എനർജീൻ്റെ കൺവേർഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് വിളിക്കുന്നത്. നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ രണ്ട് തരം ഇഫക്റ്റുകളെ കുറിച്ച് പഠിക്കുന്നത്, ഇലക്ട്രിക് കറണ്ട് രണ്ട് തരം ഇഫക്റ്റുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഒന്ന് ഹീറ്റിംഗ് ഇഫക്റ്റും, രണ്ട് ലൈറ്റിംഗ് ഇഫക്റ്റും. സോ ഹീറ്റിംഗ് ഇഫക്റ്റിനെ കുറിച്ച് പറയാനായിട്ട് ഒരു ചെറിയൊരു എക്സ്പെരിമെൻറ്റ് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്കറിയാം ഒരു നിക്രോം വയറുണ്ട്, ഒരു 6 വോൾട്ടിൻ്റെ ബാറ്ററി ഉണ്ട്, ഒരു സ്വിച്ച് ഉണ്ട്. സോ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യും. കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഈ നിക്രോം എന്ത് ചെയ്യും? പതുക്കെ ചൂടാകാൻ തുടങ്ങും. എത്രത്തോളം എമൗണ്ട് ഓഫ് കറണ്ട് ഫ്ലോ ചെയ്യുന്നു അതിനനുസരിച്ച് നിക്രോം ചൂടായി ഒരു റെഡ് ഹോട്ട് കണ്ടീഷനിലേക്ക് അല്ലേ, ചുവന്ന് ആ ചുട്ടുപഴുത്ത ആ ഒരു അവസ്ഥയിലേക്ക് മാറാൻ തുടങ്ങും. ഓക്കെ, സോ ഇവിടെ എന്ത് കൺവേർഷനാണ് സംഭവിച്ചത്? നമ്മൾ കൊടുത്ത ഇലക്ട്രിക്കൽ എനർജി നിക്രോമിലൂടെ പാസ് ചെയ്തപ്പോൾ അത് ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുക ചെയ്തത്. അല്ലാതെ നമ്മൾ പുറത്തുനിന്ന് ഒരു എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് നമ്മൾ ഹീറ്റ് എനർജി നിക്രോമിലേക്ക് കൊടുക്കുകയല്ല ചെയ്തത്. ഉള്ള ഇലക്ട്രിക്കൽ എനർജീനെ കൺവേർട്ട് ചെയ്ത് ഹീറ്റ് എനർജി ആവുകയാണ് ചെയ്തത്. ഈ ഒരു ഫിഗറിൽ നിന്ന് റെസിസ്റ്ററിൻ്റെ രണ്ട് എൻഡ്സിൻ്റെയും ഇടയിലുള്ള വോൾട്ടേജിന് നമുക്ക് ഒരു വോൾട്ട് മീറ്റർ വെച്ചിട്ട് മെഷർ ചെയ്യാൻ പറ്റും. ആൻഡ് ആ റെസിസ്റ്ററിലൂടെയുള്ള കറണ്ടിനെ നമുക്ക് അമ്മീറ്റർ വെച്ചിട്ടും മെഷർ ചെയ്യാൻ പറ്റും. ആൻഡ് അതിലൂടെയുള്ള കറണ്ട് ആംപിയർ ആണെന്ന് വിചാരിക്കുക. ആൻഡ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ദാറ്റ് ഈസ് വോൾട്ടേജ്, ആ രണ്ട് എൻഡ്സിൻ്റെ ഇടയിലുള്ള ആ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ആണെങ്കിൽ ആ സർക്യൂട്ടിലൂടെ ഒഴുകുന്ന കറണ്ടിന് ഇക്വേഷനാണ് I = Q/T. Q എന്ന് പറയുന്നത് എത്രത്തോളം ചാർജ്, ആൻഡ് T ടൈം ഓഫ് കറണ്ട് ഫ്ലോ, ആൻഡ് I കറണ്ടാണ്. ദെൻ the potential difference between 2 points will be 1 volt if 1 joule of work is done in moving 1 coulomb of charge from one point to another. ഒരു കൂളോം ചാർജിന് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യാനായിട്ട് നമ്മൾ 1 ജൂൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 വോൾട്ട് ആയിരിക്കും. അതാണ് നമ്മൾ 1 വോൾട്ടിൻ്റെ ഡെഫിനിഷനായിട്ട് ചോദിക്കുമ്പോൾ പറയേണ്ടത്. ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 points വിൽ ബി 1 volt ഇഫ് 1 joule of work is done in moving 1 coulomb of charge from one point to other.
ഇനി ഒരു കൂളോം ചാർജിന് വി പൊട്ടൻഷ്യൽ വ്യത്യാസത്തിലാണ് നമ്മൾ മൂവ് ചെയ്യുന്നതെങ്കിൽ, ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് വി പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ ദ വർക്ക് ഡൺ എന്ന് പറയുന്നത് W = V ആയിരിക്കും. ആൻഡ് Q എമൗണ്ട് ഓഫ് ചാർജ്, നമ്മൾ നേരത്തെ 1 എമൗണ്ട് ഓഫ് ചാർജിനായിരുന്നു W = V എങ്കിൽ Q എമൗണ്ട് ഓഫ് ചാർജിന് W = QV ആണ്. ഇത്തരം ഇക്വേഷൻസ് നമ്മൾ എന്തായാലും ഓർത്ത് വെക്കേണ്ടതുണ്ട്. നമുക്ക് പ്രോബ്ലംസിനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്. ഓക്കെ, ഒരു സർക്യൂട്ടിൽ നമ്മൾ പറഞ്ഞു വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു ചാർജിന് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് എത്തിക്കാനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ആരാണ് ആ സർക്യൂട്ടിൽ വർക്ക് ചെയ്യുന്നത്? ആക്ച്വലി ആ സർക്യൂട്ടിൽ വർക്ക് ചെയ്യുന്നത് സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്ത ബാറ്ററിയാണ്. ഒരു ഇലക്ട്രിക് ചാർജിന് ഒരു കണ്ടക്ടറിലൂടെ മൂവ് ചെയ്യാനുള്ള വർക്ക് ചെയ്യുന്നത് ആ ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്ത ബാറ്ററിയാണ്. അങ്ങനെയെങ്കിൽ ആ ബാറ്ററി പ്രൊവൈഡ് ചെയ്യുന്ന പവർ എത്രയായിരിക്കും? അതിൻ്റെ ഇക്വേഷനാണ് P = W/T. W എന്നറിയാം, നമുക്ക് വർക്കാണെന്നറിയാം, ആൻഡ് T ആ ടൈം, എത്ര ടൈമിൽ എത്ര വർക്ക് ചെയ്തു എന്നുള്ളത് കാണിച്ചു കഴിഞ്ഞാൽ ആ ബാറ്ററിയുടെ പവർ നമുക്ക് കിട്ടും. ഇനി നമുക്ക് വർക്കിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, വർക്ക് = QV ആണെന്ന്. സോ ആ QV നമുക്ക് വർക്കിൻ്റെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ P = V × Q/T എന്ന് കിട്ടും. P = V × Q/T എന്ന് കിട്ടും. ആൻഡ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞു I = ദാറ്റ് ഈസ് കറണ്ട് = Q/T ആണ്, അതായത് ചാർജ് ബൈ ടൈം ആണ്. അങ്ങനെയെങ്കിൽ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ P = VI എന്ന് പറയുന്ന മറ്റൊരു ഇക്വേഷനിലേക്ക്, മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ നമുക്ക് കിട്ടും. സോ നമ്മൾ P = W/T എന്ന് പറഞ്ഞ ഇക്വേഷനിൽ നിന്നും Wന് QV സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആ QV സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിൽ നിന്ന് Q/T I ആണെന്ന് നമുക്കറിയാം. ആൻഡ് ആ ഒരു I സബ്സ്റ്റിറ്റ്യൂട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ P = VI എന്ന ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ കിട്ടും. ഓക്കെ, ദെൻ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് പവറിൻ്റെ ഇക്വേഷനാണ്. അങ്ങനെയാണെങ്കിൽ എനർജി, ബാറ്ററി സപ്ലൈ ചെയ്യുന്ന, സർക്യൂട്ടിലേക്ക് ബാറ്ററി സപ്ലൈ ചെയ്യുന്ന എനർജിയാണ് PT = VIT. ഈ എനർജി എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. ബാറ്ററി പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ബാറ്ററി ചിലവഴിക്കുന്ന ആ ഒരു എനർജി, ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത് നിക്രോം വയറിലൂടെ ഏത് എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്? ഹീറ്റ് എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. സോ PT = VITക്ക് പകരം നമുക്ക് H = VIT എന്നുള്ള ഹീറ്റിൻ്റെ ഇക്വേഷനിലേക്ക് നമുക്ക് മാറ്റിയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, സർക്യൂട്ടിലൂടെ ഇലക്ട്രിക്കൽ എനർജി പാസ് ചെയ്ത സമയത്ത് നിക്രോം റെഡ് ഹോട്ട് കണ്ടീഷനായി മാറിയത് നമ്മൾ കണ്ടു അല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് നിക്രോം റെഡ് ഹോട്ട് കണ്ടീഷനായിട്ട് മാറിയത്? ഇനി നമുക്ക് റെസിസ്റ്റൻസിന് ഇലക്ട്രിക്കൽ എനർജീനെ ഹീറ്റ് എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ഉണ്ടോ എന്ന് നോക്കാം. നമുക്ക് ഓംസ് ലോ അനുസരിച്ചിട്ട്, ഓംസ് ലോൻ്റെ ഇക്വേഷൻ നമുക്കറിയാം അല്ലേ? V = IR ആണെന്ന്. നമ്മുടെ ഹീറ്റിൻ്റെ ഇക്വേഷൻ H = VITയിൽ V = IR സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് H = I²RT എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ കിട്ടും. ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് ജൂൾസ് ലോ. നമ്മൾ ജൂൾ നിയമം എന്ന് പറയുന്ന H = I²RT ആണ് ഇത്. ഒരു സർക്യൂട്ടിൽ ഉണ്ടാവുന്ന ഹീറ്റ് എത്രത്തോളം ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് H = I²RT. ആൻഡ് ഇനി നമുക്ക് എന്താണ് ജൂൾസ് ലോ എന്ന് നോക്കാം. The heat generated, that is H, in a current carrying conductor is directly proportional to the product of the square of the current in the conductor, the resistance of the conductor and the time of flow of current. നമ്മുടെ H = I²RT എന്ന് തന്നെ സെൻറ്റൻസ് ആക്കി എഴുതുമ്പോൾ ഇങ്ങനെയാവും ഉണ്ടാവുക. ഹീറ്റ് നമ്മൾ മെഷർ ചെയ്യുന്നത് ജൂളിലാണ്. ആൻഡ് കറണ്ട് നമുക്കറിയാം ആംബിയറിലും, റെസിസ്റ്റൻസ് ഓമിലും ആയിരിക്കും, ആൻഡ് ടൈം സെക്കൻഡിലായിരിക്കും. താഴെ കൊടുത്തിരിക്കുന്ന ഒരു ടേബിൾ ശ്രദ്ധിച്ചേ.
ഈ ടേബിളിൽ നമ്മൾ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ, അതുപോലെ കറണ്ടിൻ്റെ വാല്യൂ, ടൈമിൻ്റെ വാല്യൂ ഒക്കെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഹീറ്റിന് ഉണ്ടാകുന്ന ചേഞ്ചാണ് ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. റെസിസ്റ്റൻസ് 2R ആവും, കറണ്ട് Iയും ടൈം T ആണെങ്കിൽ എത്രയായിരിക്കും ഹീറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവുക? സോ നമ്മുടെ ഇക്വേഷൻ നമുക്കറിയാം H=I²RT ആണ്. സോ ഇവിടെ റെസിസ്റ്റൻസ് ആണ് ഡബിൾ ചെയ്യുന്നത്. സോ ബാക്കി കറണ്ടിനും ടൈമിനും മാറ്റമില്ല. സോ റെസിസ്റ്റൻസ് ഡബിൾ ചെയ്യുമ്പോൾ H=I² × 2R × T എന്ന് വരും, വിച്ച് മീൻസ് ദാറ്റ് 2 times of I²RT എന്ന് വരും. അതായത് നമ്മുടെ ഹീറ്റ് എന്ന് പറയുന്നത് ഡബിൾ ആവുകയാണ് ചെയ്തത്. ആൻഡ് വേറൊരു കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ റെസിസ്റ്റൻസ് R തന്നെയാണ്, ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ട് ഡബിളായി, ടൈം T തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ H=I²RT എന്നുള്ള ഇക്വേഷൻ. സോ ഐക്ക് പകരം നമ്മൾ 2I എടുക്കുകയാണെങ്കിൽ 2I² × RT എന്ന് വരും. നമുക്കറിയാം 2² എന്ന് പറയുന്നത് 4 ആണ്, ഐൻ്റെ സ്ക്വയർ I² ആണ്, ആൻഡ് RT. ഓക്കെ, ഹിയർ ഇറ്റ് ബിക്കംസ് 4 times. സോ കറണ്ട് ഡബിൾ ചെയ്യുന്ന സമയത്ത് ഹീറ്റ് 4 times ആവും, റെസിസ്റ്റൻസ് ഡബിൾ ചെയ്യുമ്പോൾ ഹീറ്റ് 2 times ആവും. സോ ഈ ഒരു കോൺസെപ്റ്റ് ഇത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ടേബിൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഒരു പ്രോബ്ലമാണ്, ഹൗ മച്ച് വിൽ ബി ദ ഹീറ്റ് ഡെവലപ്ഡ് ഇഫ് 0.2 ആംപിയർ കറണ്ട് flows through a conductor of resistance 200 ohm for 5 minutes. നമുക്കിവിടെ തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം ഒന്ന് എഴുതി വയ്ക്കുക. നമുക്കിവിടെ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് അല്ലേ, 200 ohm. ഞാൻ പറഞ്ഞു റെസിസ്റ്റൻസ് എപ്പോഴും മെഷർ ചെയ്യുന്നത് ഓമിലായിരിക്കും. ആൻഡ് കറണ്ട് തന്നിട്ടുണ്ട് 0.2 ആംപിയർ. കറണ്ട് വിൽ ബി ഓൾവേസ് മെഷേർഡ് ഇൻ ആംപിയർ. ആൻഡ് ടൈം T=5 minutes ആണ്. ടൈം സെക്കൻഡ്സിൽ മെഷർ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ മിനിറ്റിനെ എന്ത് ചെയ്യണം, സെക്കൻഡാക്കി കൺവേർട്ട് ചെയ്യണം. അപ്പോൾ സെക്കൻഡാക്കി കൺവേർട്ട് ചെയ്യുമ്പോൾ T=50 × 60 seconds, 5 × 60 seconds എന്ന് വരും, വിച്ച് ഗീവ്സ് 300 seconds എന്ന് വരും. സോ നമ്മളോട് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താണ്, ഹീറ്റ് ഡെവലപ്ഡ് ആണ്. നമുക്ക് ഹീറ്റിൻ്റെ ഇക്വേഷൻ അറിയാം, H=I²RT ആണെന്ന്. സോ H=I²RT എന്ന് പറഞ്ഞ ആ ഒരു ഇക്വേഷനിലേക്ക് നമ്മൾക്ക് ഇപ്പോൾ കിട്ടിയ വാല്യൂസൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് 0.2² × 200 × 300 എന്ന് കിട്ടും. ആൻഡ് വി ഗെറ്റ് ദ ആൻസർ 2400 joule. So the heat generatedൻ്റെ വാല്യൂ =2400 joule എന്ന് കിട്ടും. നമ്മളെപ്പോഴും ഹീറ്റിനെ യൂണിറ്റ് എഴുതാൻ മറക്കരുത്, ഹീറ്റിൻ്റെ യൂണിറ്റ് ജൂളാണ്. H=I²RT എന്ന് പറയുന്നത് ഹീറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് അല്ലേ. അതേപോലെ തന്നെ ഹീറ്റിന് നമുക്ക് വേറൊരു ഇക്വേഷനും കൂടി കണ്ടെത്താൻ പറ്റും. ഓംസ് ലോ അനുസരിച്ചിട്ട് I=V/R ആണ്. അങ്ങനെയെങ്കിൽ H=I²RT എന്ന ഇക്വേഷനിൽ ഐയുടെ ഭാഗത്ത് V/R കൊടുക്കുമ്പോൾ H=V/R² × RT എന്ന് വരും. അപ്പോൾ നമുക്ക് V²/R² × RT എന്ന് വരും. ആൻഡ് ഫൈനലി നമ്മൾ R ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ ഫൈനൽ ഇക്വേഷൻ H=V²/R × T എന്ന് വരും. സോ നമ്മുടെ ക്വസ്റ്റ്യൻസിൽ നമുക്ക് വോൾട്ടേജ്, റെസിസ്റ്റൻസ്, ടൈമൊക്കെയാണ് തന്നിരിക്കുന്നതെങ്കിൽ ഹീറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് H=V²/R × T. ഫൈൻഡ് ഔട്ട് ഹീറ്റ് ഡെവലപ്ഡ് ഇൻ 3 minutes by a device of resistance 920 ohm working under 230 volt. സോ നമുക്കിവിടെ തന്നിരിക്കുന്ന കാര്യങ്ങൾ വോൾട്ട് 230 ആണ്, റെസിസ്റ്റൻസ് 920 ohm ആണ്, ടൈം 3 minutes ആണ്. സോ നമ്മൾ 3 minutes സെക്കൻഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 3 × 60 seconds എന്ന് വരും.
ഈ വാല്യൂസ് നമ്മൾ എച്ച് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ടി ബൈ ആർ എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും എച്ച് ഇസ് ഈക്വൽ ടു 230 സ്ക്വയർ ഇൻറ്റു 3 ഇൻറ്റു 60 ഡിവൈഡഡ് ബൈ 920 വിച്ച് ഗിവ്സ് എ വാല്യൂ ഓഫ് 10,350 ജൂൾ. നമുക്ക് എച്ച് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ടി ബൈ ആർ ഈ ഒരു ഇക്വേഷൻ അല്ലാതെ എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി വെച്ചിട്ടും കണ്ടുപിടിക്കാൻ പറ്റും. ബട്ട് നമ്മളവിടെ ഐ, അതായത് കറണ്ട് ആദ്യം വി ബൈ ആർ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടേ നമുക്ക് എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി എന്ന് പറഞ്ഞ ഇക്വേഷനിലേക്ക് വാല്യൂസ് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ടോപ്പിക്കാണ് അറേഞ്ച്മെൻറ്റ് ഓഫ് റെസിസ്റ്റേഴ്സ് ഇൻ സർക്യൂട്ട്. സോ സർക്യൂട്ട്സിൽ നമുക്ക് ഏതൊക്കെ രീതിയിൽ റെസിസ്റ്റേഴ്സിനെ അറേഞ്ച് ചെയ്യാം? രണ്ട് രീതിയിലാണ് നമ്മൾ റെസിസ്റ്റേഴ്സിനെ അറേഞ്ച് ചെയ്യുക. ഒന്ന് സീരീസും, രണ്ട് പാരലലും. സീരീസ് എന്ന് പറഞ്ഞാൽ ഒരു റെസിസ്റ്ററിൻ്റെ ബാക്കിൽ അടുത്തത് അങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും. സോ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് എല്ലാം സെയിം ആയിരിക്കും. ഇപ്പോൾ റെസിസ്റ്റൻസ് 1 ആയാലും 2 ആയാലും ഏതൊക്കെ എത്രത്തോളം റെസിസ്റ്റേഴ്സ് ഉണ്ടോ അതിലൂടെയൊക്കെ ഒഴുകുന്ന കറണ്ട് സെയിം ആയിരിക്കും. ബട്ട് ആ ഓരോ റെസിസ്റ്റേഴ്സിലുമുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് വ്യത്യാസമായിരിക്കും. ഇപ്പം നമ്മളിവിടെ 2 റെസിസ്റ്റേഴ്സാണ് അല്ലേ എടുത്തിരിക്കുന്നത്, R1 R2. ഈ R1 R2യിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് V1 ആൻഡ് V2. കറണ്ട് I തന്നെയാണ്. സോ ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായിരിക്കും? V ഈക്വൽ ടു V1 പ്ലസ് V2. നമ്മൾ ഓംസ് ലോ വെച്ചിട്ട് നമുക്കറിയാം V ഈക്വൽ ടു IR ആണെന്ന്. സോ V1 എന്തായിരിക്കും? V1 ഈക്വൽ ടു IR1. നമ്മളിവിടെ I1 എന്ന് എടുത്തില്ല, കാരണം ഞാൻ പറഞ്ഞു സീരീസിൽ കറണ്ട് സെയിം ആണ്. സോ കറണ്ടിന് നമ്മൾ ജസ്റ്റ് I എന്ന് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ ചേഞ്ച് വരുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസിനായിരിക്കും. സോ V1 ഈക്വൽ ടു IR1. അങ്ങനെയാണെങ്കിൽ V2 എന്തായിരിക്കും? V2 ഈക്വൽ ടു IR2. സോ ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ഈക്വൽ ടു V1 പ്ലസ് V2 എന്ന് നമ്മൾ നേരത്തെ എഴുതിയിരുന്നു. ആ V ഈക്വൽ ടു V1 പ്ലസ് V2ൻ്റെ ഓരോ ഭാഗത്തും Vക്ക് IR എന്നും V1ന് IR1 എന്നും V2ന് IR2 എന്നും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ IR ഈക്വൽ ടു IR1 പ്ലസ് IR2 എന്ന് കിട്ടും. റൈറ്റ് ഹാൻഡ് സൈഡിൽ I കോമൺ ആയതുകൊണ്ട് I പുറത്തെടുത്തു, ബ്രാക്കറ്റിൽ R1 പ്ലസ് R2 നമ്മൾ എഴുതി. രണ്ട് സൈഡിലുള്ള ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള I കറണ്ട് നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ഫൈനലി R ഈക്വൽ ടു R1 പ്ലസ് R2 എന്ന് കിട്ടും. ആൻഡ് ദിസ് ഇസ് നോൺ ആസ് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളോട് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന 2 റെസിസ്റ്റൻസ് ജസ്റ്റ് സിംപ്ലി ആഡ് ചെയ്താൽ മതി. സോ സീരീസിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കൂടുകയാണ് ചെയ്യുക. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് വിൽ ബി ഹൈ. സോ സീരീസ് കണക്ഷനിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വ്യത്യാസമായിരിക്കും, കറണ്ട് സെയിം ആയിരിക്കും, ആൻഡ് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഹൈ ആയിരിക്കും. നെക്സ്റ്റ് കണക്ഷനാണ് പാരലൽ. പാരലൽ കണക്ഷനിൽ ഒരു റെസിസ്റ്റൻസിന് പാരലലായിട്ടായിരിക്കും മറ്റൊരു റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഇങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ആ ഒരു സർക്യൂട്ടിലൂടെ I എന്ന് പറയുന്ന കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ A എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ എത്തുമ്പോൾ ആ കറണ്ട് 2ആയി സ്പ്ലിറ്റ് ആവുന്നുണ്ട്, I1 ആൻഡ് I2. But in parallel connection, the potential difference will be same and the current will be different. Potential difference same ആവും, കറണ്ട് ഡിഫറെൻ്റ് ആവും. നമുക്ക് മനസ്സിലായി കറണ്ട് 2ആയി സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്, I1 ആൻഡ് I2. ഓംസ് ലോ വെച്ചിട്ട് നമ്മൾ പറഞ്ഞു I ഈക്വൽ ടു V ബൈ R ആണ്. ദെൻ I1 ഈക്വൽ ടു V ബൈ R1 എന്നും I2 ഈക്വൽ ടു V ബൈ R2 എന്നും നമുക്ക് എഴുതാം. നമ്മളിവിടെ V1 V2 എന്ന് എഴുതിയിട്ടില്ല, കാരണം പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആണ്. സോ ടോട്ടൽ കറണ്ട് I ഈക്വൽ ടു I1 പ്ലസ് I2 ആണെങ്കിൽ നമ്മൾ ഈ ഒരു ഇക്വേഷനിലേക്ക് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ബൈ ഓംസ് ലോ വി ഗെറ്റ് V ബൈ R ഈക്വൽ ടു V ബൈ R1 പ്ലസ് V ബൈ R2.
റൈറ്റ് ഹാൻഡ് സൈഡിൽ വി കോമൺ ആയതുകൊണ്ട് നമ്മൾ വി പുറത്തേക്ക് എടുത്ത് എഴുതി. രണ്ട് വി സൈഡിലുള്ള വി ക്യാൻസൽ ചെയ്യുമ്പോൾ വി ഫൈനലി ഗെറ്റ് 1/r ഈക്വൽ ടു 1/r1 പ്ലസ് 1/r2. ഇത് സിമ്പിൾ മാത്സ് ആണ്. വി റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള വി പുറത്തേക്ക് എടുത്ത് എഴുതുമ്പോൾ വി ഇൻറ്റു 1/r1 പ്ലസ് 1/r2 എന്നാണ് വരിക. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ഉള്ള വി ക്യാൻസൽ ചെയ്ത് കളയുമ്പോഴാണ് 1/r ഈക്വൽ ടു 1/r1 പ്ലസ് 1/r2 എന്ന് കിട്ടുക. ആൻഡ് നമ്മൾ ആ ഒരു 1/r അല്ല നമുക്ക് വേണ്ടത്, നമുക്ക് r ആണ് വേണ്ടത്. ദാറ്റ് ഈസ് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് വേണ്ടത്. സോ നമ്മുടെ ഇക്വേഷന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ r ഈക്വൽ ടു r1 r2 ഡിവൈഡഡ് ബൈ r1 പ്ലസ് r2 എന്നാണ് കിട്ടുക. ആൻഡ് നോട്ട് ചെയ്യേണ്ട കാര്യം, പാരലൽ കണക്ഷനിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് വിൽ ബി ലോ, ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറവായിരിക്കും. സോ പാരലൽ കണക്ഷനിൽ വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആണ്, കറൻറ്റ് ഡിഫറെൻ്റ് ആണ്, ആൻഡ് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് വിൽ ബി ലോ. സോ ഇതിൻ്റെയൊക്കെ ഒരു കൺക്ലൂഷനാണ് ഈ ഒരു പോയിൻറ്റ്സിൽ പറയുന്നത്. റെസിസ്റ്റേഴ്സ് വെൻ കണക്റ്റഡ് ഇൻ സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. ആൻഡ് ദ കറൻറ്റ് ത്രൂ ഈച്ച് റെസിസ്റ്റർ ഈസ് സെയിം. നമ്മൾ പറഞ്ഞു കറൻറ്റ് സെയിം ആണ്. ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഈച്ച് റെസിസ്റ്റർ ഈസ് ഡിഫറെൻറ്റ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിഫറെൻ്റ് ആണെന്ന് പറഞ്ഞു. ഈച്ച് റെസിസ്റ്റർ can't be controlled by using separate switches. നമുക്കൊരു സെപ്പറേറ്റ് സ്വിച്ച് യൂസ് ചെയ്തിട്ട് നമുക്കൊരിക്കലും ഓരോ റെസിസ്റ്ററിനെയും സീരീസിൽ കണക്ട് ചെയ്ത ഓരോ റെസിസ്റ്ററിനെയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് റെസിസ്റ്റർ ഇൻ പാരലൽ. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യും, കുറയും, കറണ്ട് ഡിഫറെൻ്റ് ആവും, പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആവും, ആൻഡ് ഈച്ച് റെസിസ്റ്റർ ക്യാൻ ബി കൺട്രോൾഡ് ബൈ യൂസിങ് സെപ്പറേറ്റ് സ്വിച്ചസ്. സോ നമ്മൾ റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ് പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് എഴുതിയാൽ റെസിസ്റ്റേഴ്സ് ഇൻ പാരലൽ കിട്ടും. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, what is the current if 4 ohm and 2 ohm resistors are connected in series and 6 volt potential difference is applied? So potential difference തന്നിട്ടുണ്ട് നമുക്ക് 6 volt എന്ന്, ആൻഡ് രണ്ട് റെസിസ്റ്റൻസ് വാല്യൂസ് തന്നിട്ടുണ്ട് 4 ohm and 2 ohm. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് they are connected in series. സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് R എന്ന് പറയുന്നത് R1 പ്ലസ് R2 ആണ്. സോ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് R ഈക്വൽ ടു 4 + 2 വിച്ച് ഗീവ്സ് എ വാല്യൂ ഓഫ് 6 ohm. നമ്മൾക്ക് ഓംസ് ലോ വെച്ചിട്ട് അറിയാം R ഈക്വൽ ടു V/I ആണെന്ന്. സോ 6 ഈക്വൽ ടു 6/I എന്ന് കൊടുത്തിട്ട് നമുക്ക് ഐൻ്റെ വാല്യൂ 6/6 എന്ന് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് ഓംസ് ലോ വെച്ചിട്ട് നമുക്ക് ഇക്വേഷൻ അറിയാം I ഈക്വൽ ടു V/R ആണെന്ന്. ആ ഒരു ഇക്വേഷനിലേക്ക് നമുക്ക് ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. വി പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ വാല്യൂ 6 വോൾട്ട് ആണെന്ന് അറിയാം, റെസിസ്റ്റൻസിൻ്റെ വാല്യൂവും 6 ohm ആണെന്ന് അറിയാം. സോ 6/6 വിൽ ഗീവ്സ് എ വാല്യൂ ഓഫ് 1 ampere. അടുത്തൊരു ക്വസ്റ്റ്യൻ, what is the current if 12 ohm and 4 ohm resistors are connected in parallel and 12 volt potential difference is applied? So first the resistance R1 12 ohm ആണ്, R2 4 ohm ആണ്, and the potential difference 12 volt ആണ്, and they are connected in parallel എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ പാരലലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു. R ഈക്വൽ ടു R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. ഈ ഒരു ഇക്വേഷൻ വെച്ച് നമ്മൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ആൻഡ് ഇഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 12 × 4 ഡിവൈഡഡ് ബൈ 12 + 4 എന്ന് കിട്ടും. ഫൈനലി വി ഗെറ്റ് 3 ohm എന്ന് കിട്ടും. സോ ഇഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 3 ohm എന്ന് കിട്ടി. നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് 12 വോൾട്ട് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ കറണ്ടിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം I ഈക്വൽ ടു V/R ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 12/3, ദാറ്റ് ഈസ് 4 ampere. നമ്മൾ ഇലക്ട്രിസിറ്റിയുടെ ഹീറ്റിംഗ് എഫക്റ്റ് യൂസ് ചെയ്യുന്ന പല ഡിവൈസസും ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ. ഫോർ എക്സാമ്പിൾ സോൾഡറിങ് അയൺ, അതുപോലെ തന്നെ വാട്ടർ ഹീറ്റേഴ്സിൽ ഒക്കെ നമ്മുടെ ഇലക്ട്രിക്കൽ എനർജി
ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു മെറ്റീരിയൽ ഉണ്ട്. നമ്മൾ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു സർക്യൂട്ടിൽ നിക്രോം ഇൻക്ലൂഡ് ചെയ്തപ്പോൾ ആ നിക്രോം മാത്രമാണ് ഹീറ്റ് എനർജി അവിടെ പ്രൊവൈഡ് ചെയ്തിരുന്നത്. നമ്മൾ കൊടുത്ത ഇലക്ട്രിക്കൽ എനർജീനെ ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തത് നിക്രോമാണ്. നമ്മൾ ഹീറ്റിംഗ് എഫക്റ്റ് യൂസ് ചെയ്യുന്ന എല്ലാ ഡിവൈസസിലും ഹീറ്റിംഗ് കോയിലുകളായിട്ട് യൂസ് ചെയ്യുന്നത് നിക്രോമിനെയാണ്. നിക്രോം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ അലോയ് ഓഫ് നിക്കൽ, ക്രോമിയം ആൻഡ് അയൺ. ആൻഡ് ഈ ഒരു നിക്രോമിന് കുറേ സവിശേഷതകളുണ്ട്. ദിസ് നിക്രോം ഹാസ് ഹൈ റെസിസ്റ്റിവിറ്റി, high melting point and ability to remain in red hot condition for a long time without getting oxidized. ഓക്സിഡൈസ്ഡ് ആവാതെ എത്രത്തോളം നമ്മൾ ഇലക്ട്രിക്കൽ എനർജി കൊടുത്തോ അത്രത്തോളം നേരം റെഡ് ഹോട്ട് കണ്ടീഷനിൽ നിൽക്കാനുള്ള കഴിവും നമ്മുടെ നിക്രോമിനുണ്ട്. നമ്മൾ ഇലക്ട്രിക്കൽ എനർജി കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടുന്ന മെറ്റീരിയൽ ആവരുത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരിക്കലും നമ്മുടെ ഹീറ്റിംഗ് എഫക്റ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോൾ കുറേ നേരം നമ്മൾ സോൾഡറിങ്സും അതേപോലെ തന്നെ വാട്ടർ ഹീറ്റേഴ്സൊക്കെ യൂസ് ചെയ്യുമ്പോഴും നമ്മൾ എത്ര നേരം ഇലക്ട്രിക്കൽ എനർജി പ്രൊവൈഡ് ചെയ്യുന്നു അത്ര നേരം ഒരു റെഡ് ഹോട്ട് കണ്ടീഷനിൽ നിൽക്കാനുള്ള കഴിവ് ഉണ്ടാവണം. സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നിക്രോം ഹീറ്റിംഗ് കോയിൽസിൽ യൂസ് ചെയ്യുന്നത്. സോ നിക്രോമിൻ്റെ അഡ്വാൻറ്റേജസ് ഏതൊക്കെയാണ്? high resistivity, high melting point, ability to remain in red hot condition for a long time without getting oxidized. നെക്സ്റ്റ് ഒരു ഉപകരണമാണ് സേഫ്റ്റി ഫ്യൂസ്. ഈ സേഫ്റ്റി ഫ്യൂസും ഹീറ്റിംഗ് എഫക്റ്റ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നതാണ്. ആൻഡ് ഈ സേഫ്റ്റി ഫ്യൂസിൻ്റെ മെയിൻ പാർട്ടാണ് ഫ്യൂസ് വയർ. ഫ്യൂസ് വയറിന് റിലേറ്റീവ്ലി ലോ മെൽറ്റിംഗ് പോയിൻ്റ് ആയിരിക്കും. ആൻഡ് എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഉപകരണത്തിനെ സേഫ്റ്റി ഫ്യൂസ് എന്ന് വിളിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഫെമിലിയറായ രണ്ട് ടേംസാണ് ഷോർട്ട് സർക്യൂട്ടും ഓവർലോഡിങ്ങും. നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ, ഷോർട്ട് സർക്യൂട്ടായി അല്ലെങ്കിൽ കറണ്ട് ഓവർലോഡ് വന്നു എന്നൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്. സോ എന്താണ് ഷോർട്ട് സർക്യൂട്ടും എന്താണ് ഓവർലോഡിങ്ങും എന്ന് നോക്കാം. നമുക്കറിയാം ബാറ്ററിയുടെ രണ്ട് ടെർമിനൽസ് ഉണ്ട് അല്ലേ, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെർമിനൽസ്. ഈ രണ്ട് ടെർമിനൽസ് ഒരു റെസിസ്റ്റൻസിൻ്റെ പ്രസൻസ് ഇല്ലാതെ ഒരുമിച്ച് വരികയാണെന്ന് വിചാരിക്കാം. അങ്ങനെ സംഭവിക്കുമ്പോഴോ അല്ലെങ്കിൽ മെയിൻസിൽ നിന്നുള്ള രണ്ട് വയേഴ്സ് ഒരു റെസിസ്റ്റൻസ് ഇല്ലാതെ കോണ്ടാക്റ്റ് വരുന്ന സമയത്തോ നമ്മൾ പറയും അത് ഷോർട്ട് സർക്യൂട്ടായി എന്ന് പറയും. ഓക്കെ, അതായത് ഒരു റെസിസ്റ്റൻസ്, ഒരു പ്രതിരോധം ഇല്ലാതെ ഒരു പോസിറ്റീവ് ടെർമിനലോ ഒരു നെഗറ്റീവ് ടെർമിനലോ, ബാറ്ററിയുടെ ഒരു പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ വന്നാലോ അല്ലെങ്കിൽ മെയിൻസിലെ രണ്ട് വയേഴ്സ് തമ്മിൽ കോണ്ടാക്റ്റ് വന്നാലോ സംഭവിക്കുന്നതാണ് എന്ത്, ഷോർട്ട് സർക്യൂട്ട്. ആൻഡ് ഓവർലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ഒരു ഡിവൈസിന് താങ്ങാൻ പറ്റുന്നതിനെക്കാട്ടിലും ആ ഒരു ഡിവൈസിന് ഒരു പവർ ഉണ്ടാവുമല്ലോ, ആ പവറിനെ കാട്ടിലും കൂടുതൽ കറണ്ട് ആ ഒരു ഡിവൈസിലേക്ക് വരുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓവർലോഡിങ് ആയി എന്ന് പറയുന്നത്. ആ ഒരു സർക്യൂട്ടിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിയുന്നതിനെക്കാട്ടിലും കറണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓവർലോഡായി പറയും. നമ്മൾ പഠിക്കുമ്പോഴും അത് തന്നെയല്ലേ പറയുക, നമുക്കൊക്കെ ഓവർലോഡാണോ എന്ന് പറയില്ലേ, നമുക്ക് താങ്ങാൻ പറ്റുന്നതിനെക്കാട്ടിലും കൂടുതൽ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും ഓവർലോഡ് ആയിരുന്നു. ആൻഡ് സേഫ്റ്റി ഫ്യൂസ്, നമ്മൾ സേഫ്റ്റി ഫ്യൂസായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത് അല്ലേ. എന്തുകൊണ്ടാണ് ഇതിന് സേഫ്റ്റി ഫ്യൂസ് എന്ന് വിളിക്കാൻ കാരണം എന്ന് പറഞ്ഞു, ഒരു സർക്യൂട്ടിലൂടെ കറണ്ട് പാസ് ചെയ്യുന്ന സമയം മുഴുവനും എപ്പോഴും ഈ ഒരു ഫ്യൂസ് വയറിൽ എന്തുണ്ടാവും, ഒരു സ്മോൾ എമൗണ്ട് ഓഫ് ഹീറ്റ് ജനറേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മുടെ എല്ലാ ഡിവൈസസിലും ഓരോ ഫ്യൂസ് വയേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഫ്യൂസ് വയേഴ്സിലൊക്കെ ഒരു സ്മോൾ എമൗണ്ട് ഓഫ് ഹീറ്റ് ജനറേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ആൻഡ് ഈ ഒരു സ്മോൾ എമൗണ്ട് ഓഫ് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് സറൗണ്ടിങ്സിലേക്ക്, അതായത് ചുറ്റുപാടുകളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. പക്ഷേ കൂടുതൽ കറണ്ട് വരുന്ന സമയത്ത് കൂടുതൽ ഹീറ്റ് ഉണ്ടാവും. അപ്പോൾ കൂടുതൽ ഹീറ്റ് ഉണ്ടാകുമ്പോൾ ഈ ഫ്യൂസ് വയറിന് ഒരിക്കലും താങ്ങാൻ കഴിയില്ല. അങ്ങനെ ഫ്യൂസ് വയർ എന്ത് ചെയ്യും, മെൽട്ടായി പോവും. സോ ഫ്യൂസ് വയർ മെൽട്ടാവുമ്പോൾ സർക്യൂട്ടിലൂടെയുള്ള കറണ്ട് ഫ്ലോ നിൽക്കും. സോ ഇങ്ങനെയാണ് സേഫ്റ്റി ഫ്യൂസ് നമ്മുടെ ഡിവൈസസിനെയും അതുപോലെ നമ്മളെയും എക്സസ് കറണ്ട് ഫ്ലോയിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അതായത് കൂടുതൽ കറണ്ട് വന്നു കഴിഞ്ഞാൽ അത് ഫ്യൂസ് വയറിൽ ഉണ്ടാകുന്ന ഹീറ്റ്. സോ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഇലക്ട്രിക് പവർ.
എന്താണ് ഇലക്ട്രിക് പവർ? ദ എമൗണ്ട് ഓഫ് എനർജി കൺസ്യൂംഡ് ബൈ ആൻ ഇലക്ട്രിക് അപ്ലയൻസ് ഇൻ യൂണിറ്റ് ടൈം ഈസ് ഇറ്റ്സ് പവർ. അതായത് ഒരു യൂണിറ്റ് ടൈമിൽ എത്രത്തോളം എനർജി കൺസ്യൂം ചെയ്തോ, ആ ഒരു ഇലക്ട്രിക് അപ്ലയൻസ് എത്രത്തോളം എമൗണ്ട് ഓഫ് എനർജി യൂസ് ചെയ്തോ അതിനെയാണ് നമ്മളതിൻ്റെ പവർ എന്ന് പറയുക. നമുക്കറിയാം പവറിൻ്റെ ഇക്വേഷൻ W/T ആണെന്ന്. ഹീറ്റിംഗ് എഫക്റ്റ് യൂസ് ചെയ്യുന്ന എല്ലാ അപ്ലയൻസസിലും വർക്ക് ഡൺ എന്ന് പറയുന്നത് അതിൻ്റെ ഹീറ്റ് ആണെന്ന് നമ്മൾ പഠിച്ചു. സോ ഹീറ്റ് എനർജിയുടെ ഇക്വേഷൻ നമുക്കറിയാം H=I²RT. ജൂൾസ് ലോ വെച്ചിട്ട് H=I²RT ആണെന്ന് അറിയാം. ആൻഡ് പവർ, നമ്മൾ പവറിൽ വർക്കിൻ്റെ ഭാഗത്ത് ഡബ്ല്യുവിൻ്റെ ഭാഗത്ത് നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഇട്ട് കൊടുക്കുമ്പോൾ P=I²RT/T എന്ന് കിട്ടും. ആൻഡ് നമ്മൾ 2 Tയും ക്യാൻസൽ ചെയ്യുമ്പോൾ P=I²R എന്ന് കിട്ടും. സോ പവറിൻ്റെ ഇക്വേഷൻ, വേറൊരു പവറിൻ്റെ ഇക്വേഷനാണ് P=I²R. നമുക്ക് മുന്നേ പവറിൻ്റെ ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു, P=VI എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പവറിൻ്റെ വേറൊരു ഇക്വേഷനാണ് P=I²R. ഇനി വീണ്ടും ഓംസിൽ വെച്ചിട്ട് I=V/R ആണെന്ന് നമുക്കറിയാം. സോ ഐക്ക് പകരം നമ്മുടെ P=I²R എന്ന ഇക്വേഷനിൽ ഐക്ക് പകരം V/R കൊടുക്കുമ്പോൾ P=V/R² എന്ന് വരും. ദാറ്റ് ഈസ് P=V²/R എന്ന് വരും. സോ പവറിന് നമ്മളിവിടെ 2 ഇക്വേഷൻസ് പഠിച്ചു. ഒന്ന് I²Rഉം ഒന്ന് P=V²/Rഉം. നെക്സ്റ്റ് ടോപ്പിക്കാണ് ആംബിയറേജ്. സോ ആംബിയറേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ദ പവർ ഓഫ് ആൻ എക്യുപ്മെൻറ്റ് ടു ദ വോൾട്ടേജ് അപ്ലൈഡ് ആണ്. സോ പവർ ബൈ വോൾട്ടേജ് ആണ് വരിക. പവർ നമുക്കറിയാം, പവർ അളക്കുന്നത് വാട്ടിലാണെന്ന്. സോ ആംബിയറേജ് വാട്ടേജ് ബൈ വോൾട്ടേജ് എന്ന് വരും, വിച്ച് ഈസ് W/V. സോ നമുക്ക് ആംബിയറേജ് കാണാനുള്ളൊരു ക്വസ്റ്റ്യൻ നോക്കാം. ആൻ അപ്ലയൻസ് ഓഫ് പവർ 540 watt ഈസ് യൂസ്ഡ് ഇൻ എ ബ്രാഞ്ച് സർക്യൂട്ട്. ഇഫ് ദ വോൾട്ടേജ് ഈസ് 230 volt, വാട്ട് ഈസ് ഇറ്റ്സ് ആംബിയറേജ്? സോ ആംബിയറേജ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. വാട്ടേജും തന്നിട്ടുണ്ട്, വോൾട്ടേജും തന്നിട്ടുണ്ട്. I=W/V എന്ന് പറഞ്ഞ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 540/230 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 2.34 ആംബിയർ, വിച്ച് ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു നമുക്ക് 2.4 ആംബിയർ എന്ന് എഴുതാം. സോ ആംബിയറേജിൻ്റെ യൂണിറ്റ്, ആംബിയറേജ് നമുക്കറിയാം, ആംബിയർ എന്ന് പറയുന്നത് കറണ്ടിൻ്റെ യൂണിറ്റ് ആണ്. സോ ആംബിയറേജ് എഴുതുമ്പോഴും യൂണിറ്റ് A അല്ലെങ്കിൽ ആംബിയർ എഴുതാൻ മറക്കരുത്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. A heating appliance has a resistance of 115 ohm. If 2 ampere current flows through it, what is the power of the appliance? So നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ആ ഒരു അപ്ലയൻസിൻ്റെ പവറാണ്. തന്നിട്ടുള്ളത് റെസിസ്റ്റൻസ് =115 ഓമും കറണ്ട് =2 ആംബിയറും ആണ്. അങ്ങനെയാണെങ്കിൽ കറണ്ടും റെസിസ്റ്റൻസും വെച്ചിട്ട് നമുക്കറിയാം പവറിൻ്റെ ഇക്വേഷൻ P=I²R ആണെന്ന്. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് പവറിൻ്റെ വാല്യൂ 460 വാട്ട് എന്ന് കിട്ടും. നമ്മൾ യൂണിറ്റ് എഴുതാൻ ഒരിക്കലും മറക്കരുത്. നെക്സ്റ്റ് ഇഫക്റ്റ്, നമ്മളിപ്പോൾ ഇത്രയും നേരം ഹീറ്റിംഗ് എഫക്റ്റിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നെക്സ്റ്റ് ഒരു ഇഫക്റ്റാണ് ലൈറ്റിംഗ് എഫക്റ്റ്. സോ നമ്മൾക്ക് ഇഫക്റ്റ് പറയുമ്പോൾ തന്നെ മനസ്സിലാവും, നമ്മുടെ ഇലക്ട്രിക്കൽ എനർജി ലൈറ്റ് എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. നമ്മളെല്ലാവരും സ്ഥിരം യൂസ് ചെയ്യുന്നത് തന്നെയാണ് നമ്മുടെ ബൾബുകൾ, അല്ലേ? സോ ഫസ്റ്റ് ഈ ഒരു ചിത്രത്തിൽ കാണിച്ച ബൾബാണ് ഇൻകാൻഡസെൻ്റ് ലാമ്പ്. ഫിലമെൻ്റ് ഉള്ള ലാമ്പുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻകാൻഡസെൻ്റ് ലാമ്പുകൾ. അതായത് ഈ ലാമ്പുകളുടെ പ്രത്യേകത, നോർമൽ വോൾട്ടേജിൽ ഈ ഫിലമെൻറ്റ് വൈറ്റ് ഹോട്ട് ആവുകയാണ് ചെയ്യുക. സോ ഇതിലൂടെ കറണ്ട് പോകുന്ന സമയത്ത് ആ ഒരു ഫിലമെൻറ്റ്, ആ ഒരു ടങ്സ്റ്റൺ ഫിലമെൻറ്റ് വൈറ്റ് ഹോട്ട് കണ്ടീഷൻ ആവുകയും വൈറ്റ് ലൈറ്റ് ആയിരിക്കും പുറത്തേക്ക് വിടുന്നുണ്ടാവുക. സോ അത്തരം ബൾബുകളെയാണ് നമ്മൾ ഇൻകാൻഡസെൻ്റ് ബൾബുകൾ എന്ന് വിളിക്കുന്നത്. സോ ഇൻകാൻഡസെൻറ്റിൻ്റെ അർത്ഥം ഗ്ലോയിങ് വിത്ത് ഹീറ്റ്. അറ്റ് എ ടൈം ലൈറ്റും തരും, അതുപോലെ തന്നെ ഹീറ്റും ഉണ്ടാവും. നമുക്കറിയാം അല്ലേ, ബൾബൊക്കെ തൊട്ട് നോക്കുമ്പോൾ നമുക്കൊരു ചെറിയൊരു ഹീറ്റ് അനുഭവപ്പെടും. സോ ലൈറ്റും ഉണ്ടാവും, അലോങ് വിത്ത് ഹീറ്റും ഉണ്ടാവും.
ഇത്തരം ബൾബുകളിൽ ഫിലമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ടങ്സ്റ്റൺ എന്ന് പറയുന്നൊരു മെറ്റൽ യൂസ് ചെയ്തിട്ടാണ്. ടങ്സ്റ്റൻ്റെ പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബിക്കം വൈറ്റ് ഹോട്ട് ആൻഡ് എമിറ്റ് വൈറ്റ് ലൈറ്റ് ഫോർ എ ലോങ് ടൈം. സോ ഇലക്ട്രിക്കൽ എനർജി പാസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ടങ്സ്റ്റണ് വൈറ്റ് ഹോട്ട് കണ്ടീഷനിലേക്ക് മാറാൻ കഴിയും. എത്രത്തോളം വൈറ്റ് ഹോട്ട് കണ്ടീഷനിലേക്ക് മാറാൻ കഴിയുന്നു അത്രത്തോളം നേരം ഇതിന് വൈറ്റ് ലൈറ്റ് എമിറ്റ് ചെയ്യാനുള്ള കഴിവും ഉണ്ടാകും. അപ്പോൾ കുറേ നേരം എന്ത് ചെയ്യാൻ പറ്റും, വൈറ്റ് ലൈറ്റ് എമിറ്റ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി ആർക്കുണ്ട്, ടങ്സ്റ്റനുണ്ട്. ടങ്സ്റ്റൻ്റെ ഓക്സിഡേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം ബൾബുകൾ ഇവാക്യുവേറ്റ് ചെയ്യുന്നത്. ആൻഡ് വേപ്പറൈസേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ബൾബിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു ഇനേർട്ട് ഗ്യാസ്, വളരെ ലോ പ്രഷറിൽ ഇനേർട്ട് ഗ്യാസ് ഫിൽ ചെയ്യും. നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഗ്യാസാണ് നൈട്രജൻ. ഇനി നമുക്ക് ടങ്സ്റ്റൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. സോ എന്തൊക്കെയാണ് ടങ്സ്റ്റൻ്റെ പ്രോപ്പർട്ടീസ്? നമ്മൾ ഹീറ്റിംഗ് എഫക്റ്റിൽ നിക്രോമിൻ്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ലൈറ്റിംഗ് എഫക്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫിലമെൻ്റ് ടങ്സ്റ്റൺ കൊണ്ടുണ്ടാക്കിയത് ആയതുകൊണ്ട് നമുക്ക് ടങ്സ്റ്റൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. സോ വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ടങ്സ്റ്റൺ? ഇറ്റ് ഹാസ് ഹൈ റെസിസ്റ്റിവിറ്റി, ഹൈ മെൽറ്റിംഗ് പോയിൻറ്റ്, ഹൈ ഡക്റ്റിലിറ്റി ആൻഡ് എബിലിറ്റി ടു എമിറ്റ് വൈറ്റ് ലൈറ്റ് ഇൻ വൈറ്റ് ഹോട്ട് കണ്ടീഷൻ. സോ ഇത്തരം പ്രോപ്പർട്ടീസാണ് ആർക്കുള്ളത്, ടങ്സ്റ്റണ് ഉള്ളത്. ആൻഡ് നമ്മൾ ഓരോ സമയത്തും ഈ ഇൻകാൻഡസെൻറ്റ് ബൾബിലൂടെ അല്ലെങ്കിൽ ഇൻകാൻഡസെൻറ്റ് ബൾബിലേക്ക് നമ്മൾ ഇലക്ട്രിക്കൽ എനർജി പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ പ്രൊവൈഡ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ എനർജിയുടെ മേജർ പാർട്ടും ഹീറ്റായിട്ടാണ് ലൂസായി പോകുന്നത്. നമുക്കറിയാം, നമ്മൾ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത്തരം ബൾബുകളിൽ പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ചൂട് നമുക്ക് അനുഭവപ്പെടും. അതിന് കാരണം ഇതാണ്, നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക്കൽ എനർജിയുടെ പകുതി മുക്കാൽ ഭാഗവും ഹീറ്റ് എനർജി ആയിട്ട് ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇത്തരം ബൾബുകളുടെ എഫിഷ്യൻസി വളരെ കുറവായിരിക്കും. നെക്സ്റ്റ് ഒരു കാറ്റഗറിയാണ് ഡിസ്ചാർജ് ലാമ്പ്. നമ്മളിപ്പോൾ ഇൻകാൻഡസെൻറ്റ് ലാമ്പ് പഠിച്ചു അല്ലേ, അതുപോലെ തന്നെ വേറൊരു കാറ്റഗറിയാണ് ഡിസ്ചാർജ് ലാമ്പ്. നമുക്ക് ഈ ഒരു ചിത്രത്തിൽ നമുക്ക് പലതരം ഡിസ്ചാർജ് ലാമ്പുകൾ കാണാം. സോഡിയം വേപ്പർ ലാമ്പ്, ആർക്ക് ലാമ്പ്, ഫ്ലൂറസൻ ലാമ്പ്, CFL ലാമ്പ്സ്, അങ്ങനെ പലതരം ലാമ്പുകളുണ്ട്. ഡിസ്ചാർജ് ലാമ്പ് എന്ന് പറയുന്നത് ദേ ആർ ഗ്ലാസ് ട്യൂബ്സ് ഫിറ്റഡ് വിത്ത് 2 ഇലക്ട്രോഡ്സ്. ഈ ഒരു ചിത്രത്തിൽ നമ്മൾ ഈ ചിത്രം എല്ലാം ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും, 2 ഇലക്ട്രോഡ് 2 അറ്റത്തായിട്ടിട്ട്. ഈ ഓരോ ലാമ്പിൻ്റെയും അകത്ത് ഫില്ല് ചെയ്തിരിക്കുന്ന ഗ്യാസിലൂടെ നമ്മളൊരു ഇലക്ട്രിസിറ്റി ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്തായിരിക്കും ഇത്തരം ലാമ്പുകൾ ലൈറ്റ് എമിറ്റ് ചെയ്യാം. അതായത് നമ്മളൊരു ഹൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുമ്പോൾ അതിനകത്തുള്ള ഗ്യാസ് മോളിക്യൂൾസ് ആ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് സ്വീകരിച്ചിട്ട് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകും. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, എനർജി സ്വീകരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകും. ആൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നമുക്കറിയാം ഒട്ടും സ്റ്റേബിൾ അല്ല. സോ ഈ ഗ്യാസ് മോളിക്യൂൾസ് എന്ത് ചെയ്യും, തിരിച്ച് അവരുടെ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരും. ആൻഡ് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ ഈ എക്സൈറ്റഡ് ആറ്റംസ് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാനായിട്ട് വരും. ഈ സമയത്ത് അവരിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന എനർജിയാണ് ആക്ച്വലി ലൈറ്റായിട്ട് അവർ റേഡിയേറ്റ് ചെയ്യുക. സോ ഒരു ഹൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഏറ്റുവാങ്ങി ആ ഒരു എനർജി ഏറ്റുവാങ്ങിയിട്ട് ഒരു ഹയർ എനർജി ലെവലിലേക്ക് അവർ എക്സൈറ്റ് ചെയ്യുകയും ആ ഒരു ഹയർ എനർജി ലെവൽ ഒട്ടും സ്റ്റേബിൾ അല്ലാത്ത കാരണം ആ ഒരു എനർജീനെ റേഡിയേറ്റ് ചെയ്തിട്ട് ലൈറ്റ് എനർജി ആയിട്ട് റേഡിയേറ്റ് ചെയ്തിട്ടാണ് അവർ തിരിച്ച് ലോവർ എനർജി ലെവലിലേക്ക് വരുന്നത്. സോ അവർ ഏത് എനർജി ലെവലിലേക്കാണോ ബാക്ക് അവർ വന്നിരുന്നത് ആ ഒരു എനർജി ലെവലും അവർ നേരത്തെ ഉണ്ടായിരുന്ന എനർജി ലെവലിലെ ഡിഫറൻസ് അനുസരിച്ചിട്ട് ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരിക്കും അവർ റേഡിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. സോ ഓരോ ലാമ്പിനും ഓരോ കളറായിരിക്കും. അതിൽ ഉള്ളിൽ നിറച്ചിരിക്കുന്ന ഗ്യാസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. സോ ഗ്യാസ് മോളിക്യൂൾസ് എക്സൈറ്റ് ചെയ്ത് ആ ഏത് എനർജി ലെവലിലേക്കാണ് തിരിച്ചു വന്നിരിക്കുന്നത് ആ ഒരു എനർജി ലെവൽ നേരത്തെ ഉണ്ടായിരുന്ന എനർജി ലെവൽ തമ്മിലുള്ള ഡിഫറൻസിനനുസരിച്ചിട്ടായിരിക്കും അവർ ഓരോ തരത്തിലുള്ള കളേഴ്സ് എമിറ്റ് ചെയ്യുക. സോ നെക്സ്റ്റ് ഒരു കാറ്റഗറിയാണ് LED. ഇത് നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള നമ്മളിപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് LED ബൾബ് അല്ലേ, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ബൾബ്. സോ LED എന്ന് പറയുന്നത് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ആണെന്നറിയാം. LEDയുടെ പ്രത്യേകത ഇതിൽ ഫിലമെൻ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഒരു തരത്തിലുള്ള എനർജി ലോസും ഉണ്ടാവില്ല.
നമുക്കറിയാം ഡിസ്ചാർജ് ലാമ്പിൽ നമ്മൾ ഫിലമെൻ്റ് എന്നുള്ളൊരു കാര്യമേ പറഞ്ഞിട്ടില്ല, നമ്മളവിടെ ഇലക്ട്രോഡ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഫിലമെൻ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ട് നഷ്ടപ്പെടും എന്നുള്ളൊരു പേടി വേണ്ട. നമ്മൾ ഇൻകാൻഡസൻ ബൾബ് ഡിസ്കസ് ചെയ്ത സമയത്ത് ഇൻകാൻഡസൻ ബൾബിൽ നമ്മൾ ടങ്സ്റ്റൺ ഫിലമെൻ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ഫിലമെൻ്റ് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇലക്ട്രിക്കൽ എനർജിയുടെ മേജർ പാർട്ടും എന്ത് ആയിട്ട് ലോസ് ആവുന്നത്, ഹീറ്റായിട്ട് ലോസ് ആവുന്നത്. സോ ഡിസ്ചാർജ് ലാമ്പിൽ ഫിലമെൻ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്ത് ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ട് നഷ്ടപ്പെടുന്നില്ല. പക്ഷേ കുറച്ചും കൂടി, അതായത് ഡിസ്ചാർജ് ലാമ്പിനെക്കാട്ടിലും കുറച്ചുകൂടി ലൈറ്റ് തരുന്നത് LED ബൾബ്സാണ്. ആൻഡ് അതുപോലെ തന്നെ LED ബൾബുകൾ വർക്ക് ചെയ്യാൻ വളരെ കുറച്ച് പവറും മതി. അതൊക്കെ കാരണങ്ങൾ കൊണ്ട് തന്നെ ഇപ്പോൾ ഡിസ്ചാർജ് ലാമ്പിനെക്കാട്ടിലും നമ്മളിപ്പോൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്, LED ബൾബ്സാണ്. ആൻഡ് LED ബൾബിൻ്റെ മറ്റൊരു പ്രത്യേകത മെർക്കുറി ഇല്ലാത്തത് കൊണ്ട് തന്നെ, ഇതിനകത്ത് ഗ്യാസോ മെർക്കുറീസോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ എൻവിയോൺമെൻറ്റിന് വലിയ ദോഷമൊന്നും ഉണ്ടാക്കില്ല. സോ നമ്മളിപ്പോൾ ഫെമിലിയറായിട്ട് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് ഇത്തരം LED ബൾബ്സാണ്. കാരണം വളരെ ലോ പവർ മതി. ഡിസ്ചാർജ് ലാമ്പിനെക്കാട്ടിലും ഇൻകാൻഡസൻ ലാമ്പിനെ വെച്ചിട്ടൊക്കെ നോക്കുമ്പോൾ വളരെ ലോ പവർ മതി. അതുപോലെ തന്നെ ഹൈ എഫിഷ്യൻ്റ് ആണ്, നമുക്കറിയാം അല്ലേ, LED ബൾബ്സ് ഹൈ എഫിഷ്യൻ്റ് ആണ്, വളരെ ലോ പവർ മതി. സോ ഈ പ്രോപ്പർട്ടീസൊക്കെ കൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഡെയിലി ലൈഫിൽ കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, LED ബൾബ്സ് തന്നെ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് LED ബൾബിൻ്റെ പാർട്ടുകൾ നോക്കാം. ഫസ്റ്റ് പാർട്ടാണ് ബേസ് യൂണിറ്റ്. സോ ദിസ് പാർട്ട് നമുക്ക് ചിത്രം കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ, നമ്മുടെ ഹോൾഡറിലേക്ക് നമ്മുടെ ബൾബിനെ കണക്റ്റ് ചെയ്യുന്ന പാർട്ടാണ് ഏത്, ബേസ് യൂണിറ്റ്. നെക്സ്റ്റ് വൺ ഈസ് ഹീറ്റ് സിങ്ക്. ഹീറ്റ് സിങ്ക് എന്ന് പറയുന്നത് ബേസ് യൂണിറ്റിന് തൊട്ടടുത്തുള്ള ഭാഗമാണ്. ഈ ഒരു ഹീറ്റ് സിങ്ക് ആ ഒരു അറേഞ്ച്മെൻറ്റ് യൂസ് ചെയ്തിട്ടാണ് ബേസിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത്. ആൻഡ് ദ തേർഡ് വൺ ഈസ് ബേസ് പ്ലേറ്റ്. ബേസ് പ്ലേറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ മെറ്റൽ പ്ലേറ്റ് ആണ്, ഹോൾഡറിലേക്ക് ഫിക്സ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് ബാക്ക് കണ്ടക്ടർ സ്ക്രൂസ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, അതായത് LED ഡ്രൈവ് എന്നുള്ള വയേഴ്സിനെ ബേസ് യൂണിറ്റിലേക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സ്ക്രൂകളാണ് ബാക്ക് കണ്ടക്ടർ സ്ക്രൂസ്. നെക്സ്റ്റ് വൺ ഈസ് പവർ സപ്ലൈ ബോർഡ്, അല്ലെങ്കിൽ LED ഡ്രൈവേഴ്സ് എന്ന് വിളിക്കും. സോ ഈ LED ഡ്രൈവേഴ്സാണ് നമ്മുടെ AC-നെ DC ആക്കിയിട്ട് മാറ്റുന്നത്. നിങ്ങൾ ആൾട്ടർനേറ്റിംഗ് കറണ്ട്, ഡയറക്റ്റ് കറണ്ട് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. സോ ആൾട്ടർനേറ്റിംഗ് കറണ്ടിനെ ഡയറക്റ്റ് കറണ്ട് ആക്കി മാറ്റുന്നത് ഈ ഒരു LED ഡ്രൈവറാണ്. അതുപോലെ തന്നെ എത്രത്തോളം ഔട്ട്പുട്ട് വോൾട്ടേജ് വേണം അതിനനുസരിച്ച് സപ്ലൈ ചെയ്യുന്നതും ഈ ഒരു LED ഡ്രൈവറാണ്. അടുത്തതാണ് പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ്, അല്ലെങ്കിൽ LED ചിപ്പ് ബോർഡ്. നമ്മുടെ LEDs ഒരു ബോർഡിലാണ്, ഒരു ചിപ്പ് ബോർഡിലാണ് ഇങ്ങനെ LEDs നമ്മൾ കണ്ടിട്ടുണ്ടാവും. കുറേ LEDs ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. സോ ഇതിൽ പോസിറ്റീവും നെഗറ്റീവ് പൊളാരിറ്റീസ് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ദ ഫൈനൽ വൺ ഈസ് ഡിഫ്യൂസർ കപ്പ്. പുറത്ത് LED നമ്മുടെ ബൾബിൻ്റെ പുറത്തത്തെ ഭാഗമാണ് ഡിഫ്യൂസർ കപ്പ്. സോ ഈ ഒരു ഭാഗത്തൂടെയാണ് നമ്മുടെ ലൈറ്റ് പുറത്തേക്ക് വരുന്നത്. ആൻഡ് നമുക്ക് LED ബൾബ്സുകൾ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള ടൂൾസാണ് സോൾഡറിങ് അയൺസ്, പിന്നെ ഒരു മൾട്ടിമീറ്റർ, ടെസ്റ്റർ, സ്ക്രൂ ഡ്രൈവർ, LED ചിപ്പ്, നോസ് പ്ലെയേഴ്സ്, ട്വീസേഴ്സ്. സോ ഇത്തരം ഉപകരണങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു LED ബൾബിനെ റിപ്പയർ ചെയ്യാൻ പറ്റും. ആൻഡ് ഫൈനലി വി കം ടു ദ എൻഡ് ഓഫ് ദ ചാപ്റ്റർ. സോ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഫുള്ളും നമ്മൾ ഇലക്ട്രിക് കറണ്ടിൻ്റെ ഡിഫറെൻറ്റ് ഇഫക്ട്സ് പഠിച്ചു. ഹീറ്റിംഗ് ഇഫക്റ്റ്, ലൈറ്റിംഗ് ഇഫക്റ്റ് ആൻഡ് സോ മെനി ഇക്വേഷൻസ്. പിന്നെ ലൈറ്റിംഗ് ഇഫക്റ്റിൽ നമ്മൾ ഓരോ ബൾബിൻ്റെ പ്രത്യേകതകൾ, ഓരോ നമ്മൾ ഫിലമെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ടങ്സ്റ്റൻ്റെ പ്രത്യേകതകൾ, ഹീറ്റിംഗ് എഫക്റ്റിൽ യൂസ് ചെയ്യുന്ന നിക്രോമിൻ്റെ പ്രത്യേകതകൾ പഠിച്ചു. ആൻഡ് LED ബൾബ്സിൻ്റെ അഡ്വാൻറ്റേജസ്, പിന്നെ അവസാനം നമ്മൾ LED ബൾബിൻ്റെ പാർട്സൊക്കെ പഠിച്ചു. സോ ഐ തിങ്ക് ദിസ് ചാപ്റ്റർ ഈസ് ക്ലിയർ ഫോർ യു ആൻഡ് താങ്ക് യു.